നമസ്കാരം, ഞാൻ എം ജി പ്രതീഷ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. ഗവർണർക്ക് മുഖ്യന്റെ മറുപടി. പയ്യന്നൂർ കൊലപാതകത്തിൽ ഗവർണർക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി. സംഭവത്തിൽ സർക്കാർ സത്വര നടപടികൾ സ്വീകരിച്ചു. കൊല നടത്തിയ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തെന്നും മറ്റു പ്രതികളെ തിരിച്ചറിഞ്ഞെന്നും പിണറായി വിജയൻ. LDF സർക്കാർ വന്ന ശേഷം 14 പേർ കൊല്ലപ്പെട്ടെന്ന വാദം ശരിയല്ല. കണ്ണൂരിൽ അഫ്സ്പ നിയമം പ്രായോഗികമല്ലെന്നും മുഖ്യമന്ത്രി. അതേസമയം ഗവർണർക്കെതിരായ BJP നേതാക്കളുടെ പരാമർശത്തിൽ നിയമസഭയിൽ പ്രതിഷേധവും ഇറങ്ങിപ്പോക്കും. ഗവർണറെ ഭീഷണിപ്പെടുത്തുന്നത് ഫാസിസ്റ്റ് നയമെന്ന് മുഖ്യമന്ത്രി. കൊല നടത്തിയ ശേഷം CPM പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തിയെന്ന കുമ്മനത്തിന്റെ ആരോപണം ശരിയല്ലെന്ന് തെളിഞ്ഞാൽ കേസെടുക്കേണ്ടി വരുമെന്നും പിണറായി വിജയൻ. വെട്ടിലായ വിമർശനം. ഗവർണർ P. സദാശിവത്തിനെതിരായ ശോഭാ സുരേന്ദ്രന്റെ പ്രസ്താവനയ്ക്കെതിരെ BJP കേന്ദ്ര നേതൃത്വം. ഭരണഘടനാ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ മാനിക്കണമെന്ന് കേന്ദ്രമന്ത്രി രാജീവ് പ്രതാപ് റൂഡി. BJP നേതാക്കൾ നൽകിയ പരാതി ഗവർണർ മുഖ്യമന്ത്രിക്ക് കൈമാറിയത് ചട്ടങ്ങൾ പാലിച്ചെന്നും പ്രതികരണം. പയ്യന്നൂർ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ ഗവർണറെ വിമർശിച്ച ശോഭാ സുരേന്ദ്രന്റെ നിലപാടിനോട് O. രാജഗോപാലിനും അതൃപ്തി. ഗവർണറെ അപമാനിക്കുക എന്ന ലക്ഷ്യം തന്റെ പാർട്ടിക്കില്ല. ആരെങ്കിലും വിമർശനം ഉന്നയിച്ചെങ്കിൽ അത് യുവാക്കളുടെ വികാരപ്രകടനമായി കണ്ടാൽ മതിയെന്നും MLA. എന്നാൽ പറഞ്ഞ വാക്കുകളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ശോഭാ സുരേന്ദ്രൻ. ഗവർണർ വിമർശനങ്ങൾക്ക് അതീതനല്ല. പിണറായിയെ പേടിയെങ്കിൽ P. സദാശിവം ഇറങ്ങിപ്പോകണമെന്ന പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നു. രാജീവ് പ്രതാപ് റൂഡി പറഞ്ഞത് തന്നെക്കുറിച്ചല്ലെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി. കേരളത്തിലും വാനാക്രൈ. ലോകത്തെ നടുക്കിയ സൈബർ ആക്രമണം കേരളത്തിലും. വയനാട് തരിയോട് പഞ്ചായത്തിലും പത്തനംതിട്ട അരുവാപ്പുലം പഞ്ചായത്തിലെയും കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനം നിലച്ചു. 4 കമ്പ്യൂട്ടറുകളിലായി സൂക്ഷിച്ചിരുന്ന ഫയലുകൾ തുറക്കാനാകുന്നില്ലെന്ന് അധികൃതർ. പത്തനംതിട്ടയിലെ പഞ്ചായത്തിൽ നിന്ന് നഷ്ടപ്പെട്ട ഫയലുകൾ ലഭിക്കണമെങ്കിൽ $300 ഉടൻ നൽകണമെന്ന ഹാക്കർമാരുടെ സന്ദേശം. വെള്ളിയാഴ്ച തന്നെ റാൻസംവെയർ വൈറസ് കമ്പ്യൂട്ടറുകളിൽ പ്രവർത്തിച്ചു തുടങ്ങിയെന്നും വിവരം. വാനാക്രൈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ സൈബർ സുരക്ഷാ ഏജൻസിയുടെ ജാഗ്രതാ നിർദ്ദേശം. മുത്തലാഖിൽ വാദം തുടരുന്നു. മുത്തലാഖ് കേസിൽ സുപ്രീം കോടതിയിൽ വാദം തുടരവെ മുസ്ലിം വിവാഹമോചനങ്ങൾക്ക് പ്രത്യേക നിയമം കൊണ്ടുവരുമെന്ന് കേന്ദ്ര സർക്കാർ. മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമെന്ന് വിധിച്ചാൽ 3 മാസത്തിനകം ഇത് നടപ്പിൽ വരുത്തുമെന്നും അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി. അതേസമയം ബഹുഭാര്യാത്വവും നിക്കാഹ് ഹലാലയും ഇപ്പോൾ പരിഗണിക്കാനാകില്ലെന്ന് സുപ്രീം കോടതി. മുത്തലാഖുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിക്കുന്ന വിധി ഇവ രണ്ടിനെയും സ്വാധീനിക്കുമെന്നും ഇത്തരം വിഷയങ്ങളിൽ കോടതിക്കുള്ളത് തുറന്ന നിലപാടെന്നും ചീഫ് ജസ്റ്റിസ് JS കഹാർ. ജീവനിൽ ജയം തേടി. കുൽഭൂഷൺ ജാദവിന്റെ വധശിക്ഷയിൽ പാകിസ്ഥാനെതിരെ തെളിവുകൾ നിരത്തി രാജ്യാന്തര കോടതിയിൽ ഇന്ത്യ. പാക് സൈനിക കോടതി നടപടി വിയന്ന കൺവെൻഷന്റെ ലംഘനമെന്ന് ഹരീഷ് സാൽവെ. ചാരവൃത്തി ആരോപിച്ച് വധശിക്ഷയ്ക്ക് വിധിച്ചത് വിചാരണ കൂടാതെയെന്നും ഇതു സംബന്ധിച്ച നടപടിക്രമങ്ങൾ അറിയിച്ചിരുന്നില്ലെന്നും രാജ്യാന്തര കോടതിയിൽ ഇന്ത്യയുടെ വാദം. എന്നാൽ വധശിക്ഷ റദ്ദാക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യം തള്ളണമെന്ന് പാകിസ്ഥാൻ. രാജ്യാന്തര കോടതിയിൽ കേസെത്തിച്ചതിന് പിന്നിൽ ഇന്ത്യയുടെ ഗൂഢലക്ഷ്യം. മുസ്ലിം പേരിൽ വ്യാജ പാസ്പോർട്ടിലാണ് കുൽഭൂഷൺ ഇറാനിലും പാകിസ്ഥാനിലും തങ്ങിയത്. അടിയന്തരമായി പരിഗണിക്കേണ്ട കേസല്ല ഇതെന്നും പാകിസ്ഥാൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.